ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൺസേൺ ചെയ്യുന്നത് AI വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോലി അപ്പാടെ തെറിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏൺ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞു നമുക്ക് ഫ്രീലാൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോൾ സെയിം ടൈം ആൾക്കാർ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കോടികൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അത് പോസിബിൾ ആണ്, അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അറിയാം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളൊരു സംഭവം നമ്മൾ ഇവിടെ എല്ലായിടത്തും സ്പ്രെഡ് ആയി നടക്കുന്നുണ്ട്, ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് സത്യമാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കൺസേൺസ് സ്റ്റുഡൻസിനുണ്ട്. ഇനി ഉപകാരം ഉണ്ടോ എന്നുള്ളത് അതിനൊക്കെ എന്താ തോന്നുന്നു. ഒരു സെന്റൻസ് ഉണ്ട്, AI ഒരിക്കലും ഓട്ടോ പൈലറ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അതൊരു കോ പൈലറ്റ് ആണ്. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ യൂസ് ചെയ്യാം. ഇപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ബിസിനസ്സിനെ ഓൺലൈനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും അതിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എവിടെയാണ് അവിടെ യൂണീക്ക് ആവാൻ പറ്റുന്നത്? കാരണം എല്ലാവരും ഓൺലൈനിലുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് തുടക്കക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ? പ്രോപ്പറായിട്ട് പഠിച്ച് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യാൻ.